നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ആകെ ഒരു മടിയാണ് കേട്ടോ അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കി തിന്നാൻ. പിന്നെ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും തിന്നണമെങ്കിൽ അടുക്കളയിൽ കയറി പണിയെടുക്കണമല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ നൈനുനും നൈഹൂനും ഒക്കെ സ്കൂളിൽ പോകണം. നേരത്തെ അങ്ങോട്ട് എണീച്ചു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഈ ഒരു മാസം ഞാൻ അടുക്കളയിലൊന്നും കയറാത്തത് കൊണ്ട് വീട്ടിലാണെങ്കിൽ അമ്മയൊക്കെ ഇങ്ങനെ വെച്ചുണ്ടാക്കി തരും, അതങ്ങോട്ട് കഴിക്കുക കേട്ടോ. വേറൊരു പണിയില്ലല്ലോ. ഇവിടെ വന്നിട്ട് മടി പിടിച്ചു എനിക്ക്. എന്നാലും അടുക്കളയിൽ കയറണ്ടേ, പിള്ളേർക്ക് സ്കൂളിലും പോകണം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അജ്മി പുട്ടുപൊടിയില്ലേ, അതാണ് എനിക്കിഷ്ടം. പുട്ടിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറി ആട്ടോ വെക്കണത്. ഈ റെസിപ്പി എനിക്ക് അനിയത്തി പറഞ്ഞതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഗ്രീൻ പീസൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ ഗ്രീൻ പീസ് കിട്ടും, പക്ഷെ മഞ്ഞ കളറുള്ള കിട്ടുക, അതാണ് ഞാൻ വെക്കാറ് കേട്ടോ. പച്ച കളറുള്ള ഗ്രീൻ പീസ് കിട്ടാറില്ല. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നൈനുവിനെ സ്കൂളിൽ വിട്ടു. നൈഹുവിനെ സ്കൂളിലാണെങ്കിൽ കൊണ്ടാക്കി കേട്ടോ. അവൾക്ക് 9:30 ആകുമ്പോഴേക്കും സ്കൂളിലെത്തിയാൽ മതി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണ് തയ്യാറാക്കണ്ടേ. ഇതിന് സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാമാണ്. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം നമ്മൾ നാട്ടിലത്തെ എല്ലാം കൊണ്ടുവന്ന സാധനങ്ങളായിരിക്കും കേട്ടോ. കുശാലായിരിക്കും. ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ മതി ഒരു ചോറുണ്ണാം കേട്ടോ. മാന്തൾ വറുത്തതും പിന്നെ നമ്മുടെ മുതിര ഉപ്പേരിയാട്ടോ എന്ന് വെച്ചത്. പിന്നെ ഉമേഷിന് പാക്ക് ചെയ്ത് ഞാൻ കൊടുത്തു കേട്ടോ. ആ വഴി നൈഹുവിനെ വിളിച്ചിട്ട് വന്നു. നൈഹുവിനാണെങ്കിൽ കുറേ ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ 2 ആഴ്ച ലീവായിരുന്നല്ലോ, അതിൻ്റെ ഒന്നും അവൾ ചെയ്തിട്ടില്ല. നൈനുവിനെ ഞാൻ അന്നന്ന് പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇവൾക്ക് കുറേ ഉണ്ട് വർക്ക് ചെയ്യാൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി.